നമുക്കൊരു മലയാളം സാറുണ്ടായിരുന്നു എം ജി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്. സാറ് ഒരു ഭയങ്കര ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു. കുറുപ്പ് സാർ എന്നാണ് അദ്ദേഹം, മലയാളം പ്രൊഫസറാണ്. നിങ്ങളാരെങ്കിലും എം ജി കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പീരീഡിലുള്ളവരാരും ഇപ്പോൾ ഈ കൂട്ടത്തിലില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കുഞ്ഞിനെ പോലെയൊക്കെ പെരുമാറും. അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് ഒരു പേരിട്ട് കൊടുത്ത് വട്ടുകുറുപ്പാണെന്ന്. പിള്ളേർക്ക് വേറെ ജോലിയൊന്നുമില്ല, അങ്ങനെ പേരിട്ട് കൊടുത്തത് സാർ. അപ്പോൾ സാറ് വളരെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് എപ്പോഴും പെരുമാറുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ എന്ത് നടക്കും, ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മറ്റു ക്ലാസ്സിലുള്ള പിള്ളേരും കൂടെ അവിടെ വന്നിരിക്കും. മാർത്താണ്ഡവർമ്മ പിന്നെ ധർമ്മരാജ ഇതൊക്കെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്, പഴയ ലിറ്ററേച്ചർ. അപ്പോൾ അങ്ങനെ സാറ് പഠിപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരാൾ ഈ ചോറ്റുപാത്രത്തിൽ ചോറൊക്കെ കൊണ്ടുവരില്ല പിള്ളേർ. അപ്പോൾ ആ ചോറ്റ് ഇതിൽ ഒരുത്തനുണ്ടായിരുന്നു, നെയ്യാറ്റിൻകരയുള്ള ഒരുത്തനാണ്. അവൻ്റെ പേരിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവനെന്ത് വരാത്തത് നല്ലതാണ്, റെക്കോർഡിൽ പോവുകയല്ലേ. അപ്പം ഈ പേനയുടെ അന്ന് മറ്റേ ബോൾ പെന്നല്ല, മറ്റേ പേനയാണ്. ആ നിപ്പിട്ട് ഇതിലിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ അടിക്കും. അവനറിയാം അതെങ്ങനെ വരച്ചാൽ ഈ ശബ്ദം മണിയടിക്കുക. അപ്പം ഇങ്ങറിങ്ങെന്നൊന്നടിക്കും. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം സൈലൻ്റായിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഇവൻ ഗ്രിങ്ങെന്ന് വീണ്ടും ഒരു അടിയടിക്കും. അപ്പോൾ സാർ അവിടെ നിന്ന് അവൻ വീണ്ടും മണിയടി തുടങ്ങി. സാറ് സർവത്തിനും റെസ്പോണ്ട് ചെയ്യും. അവൻ വീണ്ടും മണിയടി തുടങ്ങിയെന്ന്. ഭയങ്കര കൂക്കുവിളിയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ അവൻ വീണ്ടും മണിയടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ മണിയടി ഒന്ന് താത്ത് വെക്കണം, നമുക്ക് നോക്കാം. അപ്പോഴേ നമുക്ക് നോക്കാം. ഇനിയിപ്പം പെറ്റൽ സൗണ്ട്സാണ് നമ്മൾ നോക്കിയത്. ബീജമന്ത്രം നമ്മൾ ചെയ്യുമ്പോൾ മോളിൽ നിന്ന് താഴോട്ട് ചെയ്തു വരുന്നത്, ഇതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം. ഞാൻ എന്തുകൊണ്ടാണ് ബീജമന്ത്രം ഇതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു വിമുഖത എൻ്റെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ, ബീജമന്ത്രം നമുക്ക് മോളിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് അതിൻ്റെ സേഫർ വഴി. പെറ്റുലാർ സൗണ്ട്സ് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് പോയി സ്റ്റിമുലേറ്റ് ചെയ്ത് ഫീൽഡ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മന്ത്രം ടോപ്പിൽ നിന്ന് താഴോട്ട് വരും. മനസ്സിലായില്ലേ? അങ്ങനെ ആയിരിക്കും ഞാൻ സ്കീം തരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ബീജമന്ത്രം കൂടെ ഇപ്പോൾ ദീർഘമായിട്ട് നമുക്ക് സമയമില്ല പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ആ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുക, ഈ ബേസ് ചക്രയുടെ ബീജമന്ത്രം. പെറ്റുലാർ സൗണ്ട്സ് നമ്മൾ കണ്ടു. വം ശം ഷം സം. ചെയ്യേണ്ട വിധവും നമ്മൾ കണ്ടു. അതിന് ചെറിയ ലോ പേസിൽ തുടങ്ങിയിട്ട് ഫാസ്റ്റ് പേസിലേക്ക് പോയി നല്ല ക്ലൈമാക്സ് പേസിലേക്ക് പോയി സൗണ്ട് റെഡ്യൂസ് ചെയ്ത് മനസ്സിലോട്ടാക്കിയത്. സൗണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ സൈലൻസിലേക്ക് പോകുമല്ലോ. മെക്കാനിക്കലായിട്ടുള്ള ഓപ്പറേഷൻ നിന്നു, വായൊന്നും അനക്കുന്നില്ല. അപ്പോൾ സൈലൻസിലേക്ക് നമ്മൾ അതിനെ കറക്കി വെച്ചിട്ട് സൈലൻസിലേക്ക് നമ്മൾ ഇറങ്ങിയ സൈലൻസിലങ്ങ് ഇരുന്ന് കൊടുക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അത് താനേ മൂവ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇത് ഹിപ്നോസിസാണ് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ആ സജഷൻ അവിടെ കൊടുത്ത് അതിനെ വേൾ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക, അതങ്ങ് നടന്നോളും. ആ ഹിപ്നോസിസിലാണ് നമ്മൾ ഈ മെമ്മറി സർഫസ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ, ഇവർ സജസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം എടുക്കുന്നത്. നമ്മളെ ഒരു ഹിപ്നോട്ടിക് ട്രാൻസിലേക്ക് എത്തിയിട്ടാണ് ഈ നമ്മുടെ മെമ്മറി കണ്ടൻ്റ് എല്ലാം അവരെടുക്കുന്നത്, സൈക്കോളജിസ്റ്റുകൾ. അതേ പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ സാറന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലും. പക്ഷേ ആക്ച്വലി ആ പ്രിൻസിപ്പിൾ ഇതിനകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളതിനെ സൈലൻസിലോട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ ആ വേളിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മൈൻഡിനകത്ത് ആ സന്ദർഭത്തിലാണ് ഈ സൈലൻസിൽ നമ്മൾ ഡീപ്പായി പോയിട്ട് മെമ്മറി കണ്ടൻറ്റിൽ അതുമായിട്ട് ആ സ്കീം എന്ന് വെച്ചാൽ ബേസിക് ചക്രയുടെ സ്കീമിൽ കിടക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഷെൽട്ടറും അതിനോട് വരുന്ന കോൺഫ്ലിക്റ്റ്, ആങ്കർ, അഗ്രഷൻ, ആവറേജ്, കോമ്പറ്റീഷൻ, ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യം, പൊസസിവിറ്റി, ഇതെല്ലാം പല കൊച്ചു കാര്യങ്ങൾ അതിനകത്ത് കാണും. വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം കോൺഫ്ലിക്റ്റായിട്ട് കിടക്കും. കാലം കൊണ്ട് ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, കുറച്ച് ചെറിയ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നടന്നു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കൺട്രോളും നമുക്ക് ഇനി അതിൻ്റെ ഫോണിലില്ല. ഇനിയുള്ള എന്താണെന്ന് വെച്ചാൽ ആ കണ്ടൻറ്റ് ഡിസ്റ്റർബിങ് കണ്ടൻറ്റ് ആയതുകൊണ്ട് ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യില്ല എന്ന ഡിസിഷൻ എടുക്കാൻ മാത്രമേ പറ്റൂ. അതെടുക്കാമല്ലോ. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഇതുപോലെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എത്ര കൊച്ചാണെങ്കിലും വലുതാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് അഫേം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കുണ്ട്. അതങ്ങ് ഞാൻ കേൾക്കാം. ആ പോസിബിലിറ്റി അവിടെ
അത് കൺഫേം ചെയ്യാം. ഇതാണ് അമ്പലങ്ങളിൽ പോയി ചെയ്യുന്നത്, പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് പറയുന്നത്, എല്ലാം ഇതാ. അങ്ങ് ഓപ്പൺ ഔട്ട് ചെയ്ത് പറഞ്ഞൊഴിയുക. അപ്പോൾ പറഞ്ഞു പോയാലും ആപത്താണ്. അവർ 4 പേരുടെ അടുത്ത് കൂടെ പറഞ്ഞു കൊടുക്കുമെങ്കിൽ സംഗതി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയും, ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ, ഞാൻ ആരുടെ അടുത്ത് പറയത്തില്ല എന്ന് പറഞ്ഞാൽ തുറന്ന് പറഞ്ഞാൽ റിലീഫ് കിട്ടും കുറച്ച്. അപ്പോൾ അങ്ങനെ ഈ മെമ്മറി കണ്ടൻറ്റ് പതുക്കെ സ്റ്റിമുലൻ്റായി വരും. കുറച്ച് സമയം എടുക്കും, അത് കാലം കൊണ്ടാണ്. ആദ്യം ഡ്രീമിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ പഴയ കാര്യങ്ങളെ. എന്നുവെച്ചാൽ ഡ്രീം വരുമ്പം ഡ്രീം ഇമാജിനേഷനും മെമ്മറി കണ്ടൻറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു സ്റ്റോറിക്ക് അടുത്ത ഒരു ഫോർമാറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നു. ആ വന്ന സ്റ്റോറിയെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോറി ഫോമിലേക്ക് അങ്ങാക്കും. അതിനകത്ത് ഉണർന്നിരിക്കുന്ന നമ്മൾ ഡ്രീമിന് ശേഷം അത് കറക്റ്റ് ചെയ്യാവുന്നതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് പ്രസൻറ്റബിൾ സ്റ്റോറിയാക്കി മാറ്റും. ഇപ്പം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ് രാമൻ നായർ എന്നെ അടിച്ചു എന്ന്. ഈ ജന്മത്തിൽ നടക്കുന്ന കാര്യമല്ല, രാമൻ നായർ ചെയ്യൂല. പക്ഷേ ഇങ്ങനെ കാണുകയാണ്, എന്തോ ഒരു കോൺഫ്ലിക്റ്റോ എന്തോ ഒരു കാര്യത്തിൽ ഇങ്ങനെ സ്വപ്നം ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ നാളെ രാമൻ നായരുടെ അടുത്ത് പറയാൻ തുടങ്ങുമ്പോൾ ആ അടിച്ച ഭാവം മാത്രം വിട്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ പറയുന്നതാണ്. കാരണം അത് ഭയങ്കര ഹർട്ടിങ്ങാണ് ആ സാധനം ഞാൻ പറഞ്ഞ. എന്നാലും ശാന്തി ഇങ്ങനെയാണോ എന്നെക്കുറിച്ച് ആലോചിച്ചത് എന്നൊരു സാധനം അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ആ പാർട്ടിനെ മോഡിഫൈ ചെയ്തിട്ട് ഞാൻ സ്റ്റോറി അല്പം ആൾട്ടർ ചെയ്ത് അങ്ങ് പ്രസൻറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുള്ള സർവ്വ സ്റ്റോറികളും അവിടെ കോൺഫ്ലിക്റ്റ് ആയിട്ടുണ്ടാകും. ഈവൻ ഡ്രീമിലെ കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് യമത്തിൽ സത്യം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. പുറത്ത് ഇങ്ങനെ ഇത്ര സൂക്ഷ്മമായിട്ട് അത് പോകുന്നത്. നമ്മൾ ഈ സ്പിരിച്വൽ വർക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് സബ്റ്റിലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അലർട്ട്നെസ്സോടുകൂടി ഇവിടെ ഇരിക്കുക, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. നമുക്ക് സമാധാനമാണ് നമ്മൾ ആകാംക്ഷിക്കുന്നത്, എത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അല്ലെങ്കിൽ ആ ഐഡിയ അങ്ങ് വിടുക, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെന്ന്. ജന്മം ഉണ്ടല്ലോ ഇനിയും, അടുത്ത പ്രാവശ്യം നോക്കിക്കോളാം. അതാണ് ഈ വലിയ 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 വൗസ് ഉണ്ടല്ലോ, തീരുമാനങ്ങൾ എടുത്ത് ഉറപ്പിക്കുക. അത് ഈ സ്പിരിച്വൽ പ്രോഗ്രാമിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആ സംഭവിച്ചു കഴിഞ്ഞ് ഈ നിൽക്കുന്ന മുഹൂർത്തത്തിൽ ആ സാധനങ്ങളൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ മെമ്മറി കിടപ്പുണ്ടത്. മെമ്മറി തോട്ടായി വന്ന് വീണ്ടും ഒരു ആക്ഷനിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ആ സാധനം അവിടെ ഇരുന്ന് ഡീഫങ്ക്റ്റ് ആവും. അത് വെളിയിലേക്ക് ഇറങ്ങി ആക്ഷനിലേക്ക് പോവുക. അത് നോർമലായിട്ട് വന്ന് ഇറങ്ങി വെളിയിൽ പോയി അത് ഡീഫങ്ക്റ്റ് ആവും. പക്ഷേ നമ്മളിത് വെളിയിലോട്ട് വിടാൻ സമ്മതിക്കാതെ അകത്തോട്ട് അടിച്ച് താത്ത് വയ്ക്കും. അതുകൊണ്ടാണ് അത് ഡീഫങ്ക്റ്റ് ആയി പോകാതിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് വരും. നമ്മൾ കാണും കുറച്ച് സഫറിങ്ങും കഷ്ടവും കണ്ണീരും ഒക്കെ ഉണ്ട് അതിനകത്ത്. ചെയ്തു പോയ കുറ്റത്തിൻ്റെ ഇതാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. അതാണ് വലിയ വലിയ മഹാൻ പറഞ്ഞതല്ലേ ഇത്. റിപ്പൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ നമുക്ക് വെളിയിറങ്ങി വരാം. അങ്ങനെയൊക്കെ പല മാർഗ്ഗങ്ങൾ, പല സ്കീമുകളിൽ, പല റിലീജിയനിലൊക്കെ ഇതൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യോഗയ്ക്ക് ഒരു സ്റ്റുഡൻറ്റ് കുണ്ടലിനി യോഗ ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ സ്റ്റെയർ ചെയ്യുകയും കാണാനുള്ള തയ്യാറെടുക്കൽ നടത്തുകയും ചെയ്യാം. അതിനുള്ള ധൈര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഗുരു പറയുന്ന വചനമാണ്. ആ വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഇതൊന്നും എന്നെ ചെയ്യത്തില്ല. ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സപ്രഷൻ ഉണ്ടല്ലോ, ആ സപ്രഷനാണ് ഇതിനെ വൈൽഡാക്കി മാറ്റുന്നത്, ഇതിനെ ഒരു ഡബിളാക്കി മാറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നില്ല. വരുമ്പോൾ അത് കാണുന്നു, കണ്ടിരിക്കുമ്പോൾ അത് വീക്കായി എന്തിനെ നോക്കിയാലും അത് വീക്കാവും. എൻ്റർടൈൻ ചെയ്താൽ അത് വലുതാവും. ഇതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ അങ്ങ് സെറ്റിലായി. അങ്ങനെ ആ മെമ്മറി കിടക്കുന്ന കണ്ടൻറ്റിൽ കിടന്ന് തന്നെ അത് ഫ്രൈഡായി, അത് ഡീഫങ്ക്റ്റായി അങ്ങ് പോകും. എന്നാൽ വളരെ സിവിയറായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അങ്ങനെ പോകത്തില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നമ്മൾ അനുഭവിച്ചത് അതിനുള്ള ഹോൾഡ് ഉണ്ടല്ലോ, ആ ഹോൾഡ് വിടില്ല ചിലപ്പം. ആ ഹോൾഡാണ് ഇതിപ്പം പോസിറ്റീവും നെഗറ്റീവും രണ്ട് കാര്യം ഞാൻ പറഞ്ഞതാണ്. ഈ രണ്ടിലും നമ്മൾ ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്ത അതാണ് നമ്മുടെ പ്രിഫറൻസ് ഉള്ള കർമ്മയാണ്. ഒന്ന് കാണാതിരിക്കാൻ വേണ്ടി സപ്രസ് ചെയ്യാൻ വേണ്ടി ഹോൾഡ് ചെയ്യും, മറ്റേത് അത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഹോൾഡ് ചെയ്യും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്താലും അവിടെ ഹോൾഡ് ഉള്ളത് കൊണ്ട് അത് ലൈവായിരിക്കും. അപ്പോൾ ആ ഹോൾഡ് വിടുക എന്നുള്ളതാണ് ഡിറ്റാച്ച്മെൻറ്റ്. അതാണ് ഒരു മെമ്മറി കയറി വരുമ്പോഴത്തേക്കും
അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വരുന്ന കാര്യങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് മെമ്മറി മാത്രമായിട്ട് നിൽക്കും. ആ നിൽക്കുന്ന മെമ്മറിയെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഒബ്സർവറായി നിൽക്കുന്നതുകൊണ്ട് അതുമായിട്ട് അറ്റാച്ച്ഡ് ആവില്ല എന്നുള്ളത്. ഒബ്സർവറും അറ്റാച്ച്മെൻറ്റും രണ്ട് കാര്യങ്ങൾ, ഒബ്സർവേഷനും അറ്റാച്ച്മെൻറ്റും രണ്ട് കാര്യങ്ങളാണ്. നോക്കിയാൽ അറ്റാച്ച്ഡ് ആകാൻ പറ്റത്തില്ല. നോട്ടം എപ്പോൾ തെറ്റുമോ അപ്പോൾ അറ്റാച്ച്ഡ് ആകും. അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തപസ് വളരെ പ്രധാനമായിട്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തപസ്സാണ്. അലർട്ടായിട്ടിരുന്ന് വരുന്നതിനെ കാണുക. ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിനുവേണ്ടി ബ്രെയിൻ ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ലേ. ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ടാണ് ഹ്യൂമൻ ബ്രെയിൻ. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്പീരിയർ റേസ് ആയിട്ടിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ തന്ന കാര്യമൊന്നും ഉപയോഗിക്കാതിരുന്നിട്ട് സുപ്പീരിയർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യൻ അങ്ങനെ ഒരു അസുഖമുണ്ട്. എല്ലാം ഉണ്ട് കയ്യിൽ, അത് വെച്ചിട്ട് വർക്ക് ചെയ്ത് വെളിയിറങ്ങാം, പക്ഷേ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ച് പിടിപ്പിച്ചോണം. ഞാനീ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ കേട്ട് കളഞ്ഞ് പോയി പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. കാര്യം വരുമ്പോൾ നമ്മൾ മറന്നു പോകും. അങ്ങനെ ഏതാണ്ടോ ആളുകളുണ്ടായിരുന്നില്ല, ആവശ്യം വരുമ്പോൾ മറന്നു പോകും. കുംഭകർണനാണെന്ന് തോന്നുന്നു. ആണോ? ആ, കർണൻ. ആവശ്യം വരുമ്പോൾ എടുത്ത് ഓർമ്മ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, ഓർക്കാനായിട്ട്. അതുകൊണ്ടിരുന്നാൽ ഇത് പെട്ടെന്നാണ്, എളുപ്പമാണ്. ഈ വിഷമങ്ങളെല്ലാം മാറും. അപ്പോൾ വിഷമമെല്ലാം മാറുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഡൈനാമിക്കായിരിക്കും. സൽക്കർമ്മങ്ങളിൽ ഡൈനാമിക്കായിരിക്കുന്ന മനുഷ്യനെ അവതാരം എന്ന് പറയും. ഇങ്ങനെയാണ് മനുഷ്യൻ മറ്റൊരു സ്ഥലത്തോട്ട് മാറും. മറ്റേവനെ രാക്ഷസനെന്നും പറയും. ദുഷ്ടകർമ്മങ്ങളിൽ ഭയങ്കര അലർട്ടായിട്ട് നിൽക്കും. ഇങ്ങനെ അത് പോകുന്നു. അപ്പോൾ അത് പോട്ടെ, നമുക്ക് ഇനി ഇതിലേക്ക് വരാം. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പെട്രോൾ മന്ത്രം ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ബീജമന്ത്രം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതാണ്. എങ്കിലും നമുക്കിപ്പോൾ ആ ചെയ്തതുകൊണ്ട് ഇനി ഒന്നേന്ന് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പം ഞാനും സാറും തമ്മിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതാണൊരു വഴി. അല്ലെങ്കിൽ തീരത്തില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ബീജമന്ത്രം ഇരിക്കണം കംഫർട്ടബിളായിട്ട്. നമ്മൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഭൂമധ്യത്തിൽ നിന്ന് അതിൻ്റെ സോഴ്സിൽ നിന്ന് താഴോട്ട് ഡിസെൻഡ് ചെയ്യുക. ലമ്മാണ് ബീജമന്ത്രം. ലം എന്ന് പറഞ്ഞ മന്ത്രം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിക്കോളൂ, ഒന്ന് പറഞ്ഞു നോക്കൂ വെറുതെ ബാവുണ്ട്. ലം. അപ്പം ലം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ ടിപ്പ് ഓഫ് ദ ടങ് അപ്പർ പാലറ്റിൽ ടീത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് കൊള്ളും. ആദ്യം കണ്ടില്ല, അങ്ങോട്ട് മുകളിലോട്ട് പോയി അവിടെ ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിച്ചിട്ട് താഴോട്ട് വീഴും. താഴോട്ട് വീണു എന്ന് പിടിക്കുകയാണ് അതിനെ. എന്നിട്ട് അത് അകത്തോട്ട് ഒരു രണ്ടാമത്തെ സൈഡ്, ആദ്യത്തെ സൈഡ് വീണു, രണ്ടാമത്തെ സൈഡ് അകത്തോട്ട് വിത്ഡ്രോ ചെയ്തു, മൂന്നാമത്തെ സൈഡ് ഇത് അസെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഹാഫ് വേ ഇത് മുമ്പോട്ട് വന്നിട്ട് ഇത് അസെൻഡ് ചെയ്ത് അപ്പർ പാലറ്റിൽ കൊണ്ട് നിൽക്കും. ഇങ്ങനെയാണ് ഇത് പറയേണ്ടത്. ഇത് ഖേജരിക്കുള്ളൊരു പ്രാക്ടീസും കൂടെ. ഈ മന്ത്രം സൂക്ഷിച്ചാണ് ഈ മന്ത്രം അവിടെ വെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് പെട്ട് കിടക്കില്ല നമ്മൾ. ഇവിടെ നമുക്കൊന്ന് എണ്ണിച്ച് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആണ് അതിൻ്റെ ഹയസ്റ്റ് പ്രാക്ടീസായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഖേജരി മുദ്രയാണ്. കുണ്ടലിനി സ്റ്റിമുലേഷൻ്റെ ആ എക്സ്പീരിയൻസിലേക്ക് പോകാനായിട്ട് മുകളിൽ നിന്ന് അമൃതവർഷം നടത്തുന്ന ഒരു പ്രാക്ടീസാണ് ഈ ഖേജരി മുദ്ര എന്ന് പറയുന്നത്. അതിൽ നാക്കുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻ ഇവിടെ ആദ്യത്തെ ചക്രം മുതൽ തുടങ്ങാം. മന്ത്രസ് എല്ലാം ലിംഗ്വലായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ നിന്നാണ് അത് വരുന്നത്. അങ്ങനെ ശബ്ദം ഉണ്ടാകുക. ലങ് മുകളിൽ അതിൻ്റെ അറ്റം മിഡിൽ കോറിൽ വന്ന് നിൽക്കുക. അപ്പർ പാലറ്റിൻ്റെ മധ്യഭാഗത്ത് ആ സോഫ്റ്റും ഹാർഡും പാലറ്റ്, ഹാർഡ് പാലറ്റ് തീർന്നിട്ട് ആ സോഫ്റ്റ് സ്പോഞ്ചി ഏരിയയിലോട്ട് വരുന്ന അത് സെൻസിറ്റീവ് പോയിൻ്റാണ്. ആ പോയിൻറ്റിലോട്ട് വന്ന് കൊണ്ടങ്ങ് നിൽക്കുക. അപ്പോൾ ശബ്ദം തീരും. സങ്കല്പത്തിൽ പോകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റ് ചെയ്ത ശബ്ദം സങ്കല്പത്തിൽ താഴോട്ട് ഇറങ്ങി വരിക. ഈ സ്പൈനൽ കൂടെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഈ നമ്മൾ ഈ മൂലാധാരം ലൊക്കേറ്റ് ചെയ്തല്ലോ, ആ വർട്ടക്സ് കണ്ടില്ലേ,
നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെർട്ടെക്സ് ഉണ്ടല്ലോ, ആ വെർട്ടെക്സിൻ്റെ ബേസിലോട്ട് കൊണ്ടുവന്ന് കൊള്ളുക. അതുപോലൊരു വെർട്ടെക്സ് മുകളിലുണ്ട്. അത് നമ്മൾ ഖേജരി മുദ്രയിൽ അതിനകത്തോട്ടാണ് കയറുന്നത്. ഈ മന്ത്രം ജപിച്ച് വരുമ്പോൾ നമ്മൾ താഴോട്ട് വരിക. ഇങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണക്റ്റഡായി ടച്ച് ചെയ്തിരിക്കുന്നു. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കാരണം താലവ്യ ക്രിയ എന്നും പറഞ്ഞൊരു ക്രിയ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തു. ഈ താലവ്യ ക്രിയ എന്ന് പറയുന്നത് എന്നാണ് ഈ ലം എന്ന് പറഞ്ഞ മന്ത്രം ചെയ്യുമ്പോൾ നടക്കുന്നത്. ആണല്ലോ, താലവ്യമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നടക്കുന്നത് താലവ്യ ക്രിയയാണ്. അതാണ് ഇത് പ്രിപ്പറേഷനാണ്. താലവ്യ ക്രിയ എങ്ങനെ ടങ്ങും അപ്പർ പാലറ്റിൻ്റെ അകത്തോട്ട് പിടിച്ചിട്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്യാണ്. അതാണ് ഈ ലം. ല എന്നിട്ട് പിന്നെ തള്ളുക. കൊള്ളാമല്ലേ കാണാൻ? അത് തന്നെ. ഇതെന്താ വെച്ചാൽ നാക്ക് ഇപ്പോൾ ഉള്ള നാക്കൊന്നും പോരാന്ന്, കുറേ കൂടെ നീളം വേണമെന്ന്. ഇതുകൊണ്ടൊന്നും ഇപ്പം ഇതുവരെ പറഞ്ഞതൊന്നും ശരിയായിട്ടില്ല. കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിൽ 4 പേരെ കൂടെ ഉപദ്രവിക്കാം. ഈ നാക്കിൻ്റെ അടിയിലൊരു ഞെട്ടമുണ്ടല്ലോ, ഇല്ലേ? ഒരു സെപ്റ്റംബർ ഇങ്ങനെ ഇല്ലേ? അപ്പോൾ ഇത് നമുക്ക് ചില സ്കൂളുകളിൽ അവിടെ ഈ പനവലയിട്ട് അറക്കും. ഇത് അന്നേരം അറുത്ത് ഇതിനെ അങ്ങ് ലൂസ് ചെയ്യുമ്പോൾ അങ്ങ് മടങ്ങിയ നേരെ പോയി മറ്റേ തൂങ്ങിക്കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പുറകിൽ പോയി അകത്തോട്ട് കയറാനുള്ള എളുപ്പമുണ്ട്. ആട് പാമ്പേ പുലം തേട് പാമ്പേ ആനന്ദ സുഗന്ധരം എന്തോ അണന്ത് പാമ്പേ എന്ന് പറയില്ലേ, കുണ്ടലിനി പാട്ട്. അപ്പം അങ്ങനെ ഒരു പുനം അവിടെ ഇരിപ്പുണ്ട്. ആ പുനത്തിലോട്ട് കയറാൻ ഈ പാമ്പിനെ നമ്മൾ റെഡിയാക്കുക. അതാണ് ഖേജരി മുദ്ര. ഖേജരി മുദ്രയ്ക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന പ്രാക്ടീസാണ് താലവ്യ ക്രിയ. ബേസ് ചക്രയിലെ ആ പരിപാടി തുടങ്ങിയിരിക്കുക. അറിയാൻ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഈ ശബ്ദം കേൾപ്പിക്കുന്നില്ല എന്നല്ല, പോയില്ലേ? പിന്നെ അതോട്ട് വലിക്കുകയാണ്. പിന്നെ അത് മുകളിലോട്ട് മടങ്ങാൻ തുടങ്ങുക. ഇതെല്ലാം താലവ്യ ക്രിയകത്ത് ഉള്ളതാണ്. ഇനി അതിൽ നടന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പിടിക്കുകയാണ്. ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നീട്ടുകയാണ്. എന്നിട്ട് മടക്കി അങ്ങോട്ട് വെച്ചിട്ട് പോകുന്നില്ല, പിന്നെ കുത്തി കയറ്റുക. 2 പേരുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇതിന് കുത്താനും വെട്ടാനും പിടിക്കാനൊന്നും പോകണ്ട. ഇത് നമ്മൾ മര്യാദയ്ക്കൊക്കെ ഇങ്ങനെ അകത്തോട്ട് പോകുമ്പോഴത്തേൻ്റെ ഒരു സുഖം വരുമ്പോൾ ഇത് റിലാക്സായിട്ട് അങ്ങ് അകത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ഗോൾ ഈ ബേസ് ചക്രയിൽ തന്നെ മന്ത്രത്തിനകത്ത് ഹിഡനായിട്ട് വെച്ചിരിക്കുക. ഈ താലവ്യ ക്രിയ ഇതിനകത്ത് കിടക്കുക. താലവ്യ ക്രിയ എന്ന് വെച്ചാൽ ഈ നാക്കിനെ റിലാക്സ് ചെയ്തെടുക്കുക. നാക്കിൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ വാക്ക് ശരിയാകുമെന്നാണ്. ഇല്ലെങ്കിൽ വാക്ക് ഭയങ്കര മോശമാണ്. എന്തെങ്കിലും പറഞ്ഞാലും പോണ പോക്കിലാണ് ഞാൻ നടക്കുന്ന കണ്ടില്ലെന്ന് ചോദിച്ചാലും മതിയല്ലോ. ഈ നാക്കൊന്ന് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ വഴിയിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നാക്കിനെ കൺട്രോൾ എടുക്കുകയാണ്. അപ്പോൾ വാക്ക് ശരിയാവും. വാക്ക് ശരിയാവുമെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ റിലാക്സ്ഡ് ആവും. റിലാക്സ്ഡ് ആകുമ്പോൾ എല്ലാം പോസിബിളാവും. ഇതാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എം എന്നുള്ള മന്ത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാത്ത താലവ്യ ക്രിയയും കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. താലവ്യ ക്രിയ ഇതാണ് നമ്മളിപ്പോൾ കാണിച്ചില്ലേ. ഇന്ന് നാക്ക് തള്ളുക, പിന്നെയും തള്ളുക. നല്ലോണം നാക്കൊക്കെ അടിച്ചിട്ട് വേണം ഇരുന്ന് പബ്ലിക്കിൽ കാണിക്കാനായിട്ട്. ഒരു കോമഡി ഉണ്ട് ഇതിനകത്തൊക്കെ. വലിയ സീരിയസ് ആയിട്ട് ഇരുന്നങ്ങ് ഇത് ആൾ കൂടി ഇരിക്കുന്നിടത്താണ് പറ്റത്തില്ല കൂട്ടത്തിൽ. അതുകൊണ്ട് രാവിലെ എണ്ണിച്ച് അതൊക്കെ ചെയ്യണം. അതാണ് ഈ ഷഡ്ക്രിയാസ്. ഷഡ്ക്രിയാസൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നാക്ക് ഇങ്ങനെ താലവ്യ ക്രിയ. അത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് അത് ചെയ്യാം. ഇതാണ് ആ ക്രിയ, പ്രിപ്പറേഷനാണ്. ഖേജരിക്കുള്ള പ്രാക്ടീസ്. ഖേജരി മുദ്ര എന്ന് പറയുന്നത് ഇതാണ്. നാക്കിനെ ഇങ്ങനെ ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്തിട്ട് പതുക്കെ ഈ ഞെട്ട് റിലാക്സ് ചെയ്ത് വരണം. വരുമ്പോൾ ഇത് അകത്തോട്ട് പോയിട്ട് മറ്റേ തൂങ്ങിക്കിടക്കുന്ന സാധനമില്ലേ, അതിനെന്തോ പറയുന്നത്, ഉൽവ. ഉൽവ അത് തന്നെ.
ഉലുവ കഷായം കുടിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി അതിനകത്ത് കയറ്റി അങ്ങ് വയ്ക്കുക. അതിനകത്ത് കയറ്റി വയ്ക്കുമ്പോൾ എന്താ പറഞ്ഞാൽ അതിനകത്ത് അങ്ങോട്ട് മാക്സിമം നമ്മൾ പോകുമല്ലോ. ഇപ്പോൾ നമുക്ക് നടുക്കൊക്കെ ഈസി ആയിട്ട് പോകാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് കണ്ട് പോയി വരുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ഈ രണ്ട് നാക്കിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ലിക്വിഡ് ഇങ്ങനെ ഫോം ചെയ്യും. അത് സാധാരണ ഈ സലൈവയുടെ ടേസ്റ്റ് അല്ല അത് വരുക. അതിനെ നമ്മുടെ ശാസ്ത്രം പറയുന്നത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണെന്നാണ് പറയുന്നത്. ഭാഗത്തുനിന്ന് ഒരു ദ്രവം ഇങ്ങനെ നാക്കിക്കൂടെ ഇങ്ങനെ, ഇതാണ് അഭിഷേകം. ശിവലിംഗത്തെ കൊണ്ട് അഭിഷേകം ചെയ്യും. ഇങ്ങനെ ശിവലിംഗം നിൽക്കുന്ന കണ്ടില്ല മുകളിലോട്ട്. അപ്പോൾ അതിലിങ്ങനെ അഭിഷേകം മുകളിൽ നിന്ന് വരിക. അതിനാണ് മുകളിൽ മറ്റേ സാധനം കെട്ടിത്തൂക്കി ഇട്ടിട്ട് അതിൽ നിന്ന് ഓരോ ഡ്രോപ്പായിട്ടിടുന്നത്. എന്തോ ചാരപ്പടോ? ധാര ധാരക്കുടം. അത് തന്നെ. അതിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ഇതിനകത്തൂടെ ഇറങ്ങിയിട്ട് ഇത് നേരെ അങ്ങ് വയറ്റിനകത്തോട്ട് അങ്ങ് പോകും. അപ്പോൾ വയറ്റിനകത്ത് പോകാതിരിക്കാനായിട്ട് ആ വയറ്റിലോട്ട് പോകുന്ന പാസേജ് ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പ്രാക്ടീസിൽ പറയുന്നത്. ഇതൊക്കെ മോഡേണായിട്ട് പറഞ്ഞാൽ അതിലൊന്നും വകുപ്പ് നടക്കില്ല. എന്നിട്ട് ഇത് സുഷുമ്നയ്ക്കകത്തൂടെ ചാനൽ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവയർനെസ്, ആ റൂട്ട് അവയർനെസ് അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ അവയർനെസ്സിലോട്ട് നിൽക്കും. ഇതാണ് അമൃതം. അമൃതപാനം എന്ന് പറയില്ലേ, അതിതാണ്. അതുകൊണ്ടാണ് ഈ കേജരമുദ്ര വലിയ പ്രാക്ടീസായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാം കൂടെ അങ്ങോട്ട് പോണ്ട. ചോദിക്കാൻ വന്ന ചോദ്യം, നമ്മൾ സ്റ്റിർ ചെയ്യത്തില്ല ഈ 4 പെറ്റൽസ്. നമ്മൾ ഈ മെമ്മറിയെ സ്റ്റിർ ചെയ്ത് നമ്മളായിട്ട് ഓർക്കണം. മെമ്മറി വേണ്ട താനേ വന്നോളും. സ്വപ്നത്തിലൊക്കെ വരും. ആദ്യം ചുമ്മാ ഇരിക്കുമ്പോൾ വരും. അത്ര മതി. ഈ പ്രാക്ടീസിനിടയ്ക്കൊന്നും അല്ല ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പഴയ മെമ്മറിയുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു സൈൻ പുറത്ത് വരും. ആ സൈൻ ഇപ്പോഴും ഉണ്ട്, പക്ഷേ നമ്മൾ സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് ആ സൈൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ സാധനം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ സൈനിൽ കൂടെ അതിനകത്ത് കയറാൻ പറ്റില്ല. നമ്മൾ അത്ര എന്താ പറയുന്നത്, ഈ നമ്പായിരിക്കുക, പാറ പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഈ മെമ്മറിക്കൊന്നും ഇപ്പം നമ്മളുടെ ഉള്ളിലേക്ക് ഈ മെമ്മറി വന്നെങ്കിലേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഈ ഇനവിറ്റബിൾ ഒരു ഇതാണത്. അപ്പോൾ അതിങ്ങനെ സെൻസിറ്റൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പണ്ടത്തെ ഏതെങ്കിലും ഒരു കാറ്റടിക്കുകയോ ഒരു കുളിർകാറ്റ് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെയിൽ വീഴുകയോ അല്ലെങ്കിൽ ഒരു കിളിയുടെ ശബ്ദം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഇല ആടുകയോ ഇതൊക്കെ മതി. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡയലോഗ് വരികയോ ഒക്കെ ചെയ്യും. ആ വരുന്നതിൽ നിന്ന് പിന്നെ ഇതങ്ങ് പിടിച്ചിട്ട് പെട്ടെന്ന് മെമ്മറി സർഫസ് ചെയ്യും. അത് സ്റ്റിമുലൻ്റായി കിടക്കും. രാത്രി മെമ്മറിയിൽ വരും. അത് കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോൾ വരും. അപ്പോൾ മെമ്മറി നമ്മൾ അറിയുന്നു ഇങ്ങനെ വരും. അപ്പോൾ അത് അറിയണമല്ലോ. അങ്ങനെ വന്നിട്ട് അത് 2-3 പ്രാവശ്യം കാണുമ്പം, ഇന്നിപ്പോൾ ലെൻ സാർ പറഞ്ഞ പോലെ 2-3 പ്രാവശ്യം കാണുമ്പോഴത്തേക്കും അതങ്ങ് പോവുകയാണ് താനും. നമ്മൾ അതിനെ ഓട്ടിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. താനേ അതങ്ങ് സെറ്റിലായിക്കോളും. അതുകൊണ്ട് ഇത് വലിയ ഒരു അപകടകരമായോ അല്ലെങ്കിൽ നടക്കാത്ത കാര്യമൊന്നുമല്ല. മനഃപൂർവ്വം നമ്മൾ നടക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് നടക്കുന്നില്ല എന്ന് മാത്രം.